നമ്മൾ സാധാരണ ചൂട് കൂടുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്താൽ ആദ്യം ആലോചിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കും. ആ ഒരു ലിസ്റ്റിൽ, ആ തണുപ്പുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയും മനോഹരമായ തെരുവുകളും അങ്ങനെയൊക്കെ കൂടുതൽ കാര്യങ്ങളുണ്ട് യൂറോപ്പിന്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. യൂറോപ്പ് ശരിക്കും ഒരു തീച്ചൂളയായിട്ട് മാറിയിരിക്കുകയാണ്. കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു യുദ്ധമില്ല, ഭൂകമ്പമില്ല, സുനാമിയില്ല, എന്നിട്ടും വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 10,000-ലേറെ ആളുകൾ മരിച്ചിരിക്കുന്നു. കാരണം ചൂട്, വെറും ചൂട്. അതെ, നമ്മൾ പലപ്പോഴും സമ്മർ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കാണുന്ന കാലാവസ്ഥ ഇപ്പോൾ യൂറോപ്പിൽ സൈലന്റ് കില്ലറായിട്ട് മാറുകയാണ്. ഒരു ഹീറ്റ് വേവ് 10,000-ലധികം ജീവനുകളാണ് കവർന്നെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ അവസാന വാരത്തിൽ മാത്രം യൂറോപ്പിൽ 10,000-ലധികം ആളുകളാണ് അത്യുഷ്ണത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? യൂറോപ്പ് നേരിടുന്ന ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമാണ്? ഇത് യൂറോപ്പിന്റെ മാത്രം പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള ലോകത്തിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഒരു വലിയ വാർണിംഗ് ആണോ? പരിശോധിക്കാം. യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എന്നിവരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മോർട്ടാലിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്കായ യൂറോമോമോ ആണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 22 മുതൽ ജൂൺ 28 വരെയുള്ള ഒരൊറ്റ ആഴ്ചയിൽ മാത്രം 10,650 എക്സസ് ഡെത്ത്സ് ആണ് രേഖപ്പെടുത്തിയത്. എക്സസ് ഡെത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ കാലയളവിൽ പ്രതീക്ഷിക്കുന്ന മരണങ്ങളെക്കാൾ അധികമായിട്ട് സംഭവിച്ച മരണങ്ങൾ. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ ഡേറ്റ വിശകലനം ചെയ്ത ശേഷമാണ് ഈ ഒരു കണക്ക് പുറത്തു വന്നത്. ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മരിച്ചവരിൽ 9,000-ലധികം ആളുകളും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരാണ്. വർഷത്തിലെ ഈ ഒരു സമയത്ത് ഇത്രയും വലിയൊരു മരണനിരക്ക് ഉണ്ടാകുന്നത് തികച്ചും അസാധാരണമാണ്. ഈ കൂട്ടമരണങ്ങൾക്ക് കടുത്ത ചൂടല്ലാതെ മറ്റൊരു കാരണവും ചൂണ്ടിക്കാണിക്കാനില്ല എന്നാണ് ഡെൻമാർക്കിലെ സ്റ്റേറ്റ് ആൻഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് ഫിസിഷ്യൻ ലാസെ വെസഗാർഡ് വ്യക്തമാക്കുന്നത്. ഇനി ഈ 9,000-ലധികം പേർ 65 വയസ്സിന് മുകളിലുള്ളവരാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനർത്ഥം ഹീറ്റ് വേവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രായമായവരെയും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയുമാണ്. കാരണം അവരുടെ ശരീരത്തിന് ഉയർന്ന ടെമ്പറേച്ചറിനോട് പൊരുത്തപ്പെടാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയരാം, നമ്മുടെ നാട്ടിലൊക്കെ ഇതിലും വലിയ ചൂടല്ലേ, പിന്നെ എന്താണ് യൂറോപ്പിൽ ഇത്രയും മരണങ്ങൾ ഉണ്ടാവുന്നത് എന്ന്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലെയും ഇൻഫ്രാസ്ട്രക്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തണുത്ത കാലാവസ്ഥയെ പ്രതിരോധിക്കാനാണ്, അല്ലാതെ കടുത്ത ചൂടിനെ അല്ല. പല പഴയ കെട്ടിടങ്ങളിലും വീടുകളിലും എയർ കണ്ടീഷനിങ് സാധാരണമല്ല. രാത്രിയിലും താപനില കുറഞ്ഞില്ലെങ്കിൽ ശരീരത്തിന് വിശ്രമിക്കാനാവില്ല. ഇതിനെ ട്രോപ്പിക്കൽ നൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. രാത്രി മുഴുവൻ ശരീരം തണുക്കാതെ തുടരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകും. പെട്ടെന്ന് താപനില 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ ജനങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. കടുത്ത ചൂട് മനുഷ്യ ശരീരത്തിൽ ഹീറ്റ് സ്ട്രോക്കിന് കാരണമാകുന്നു. കൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുള്ളവരുടെ നില വഷളാകുകയും ചെയ്യുന്നു. ഇത്തവണ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഫ്രാൻസും അതുപോലെ ബെൽജിയവുമാണ്. യൂറോമോമോയുടെ റിപ്പോർട്ട് പ്രകാരം ഈ രണ്ട് രാജ്യങ്ങളിലുമാണ് വെരി ഹൈ എക്സസ് മൊർട്ടാലിറ്റി രേഖപ്പെടുത്തിയത്. ബെൽജിയത്തിന്റെ ചരിത്രത്തിൽ 2000 ആണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മരണനിരക്കാണിത്. ഫ്രാൻസിൽ മാത്രം ജൂണിലെ ഹീറ്റ് വേവിൽ 1000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. UK-യിലെ ഇംപീരിയൽ കോളേജ് ലണ്ടൻ നടത്തിയ പഠനത്തിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ 2700-ഓളം പേർ ചൂട് കാരണം മരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ജർമ്മനിയിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നദികളിലും തടാകങ്ങളിലും ഇറങ്ങിയ യുവാക്കൾ മുങ്ങി മരിക്കുന്ന സംഭവങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചു. ജൂണിൽ മാത്രം 99 പേരാണ് അവിടെ മുങ്ങി മരിച്ചത്. ഇനി നമുക്ക് ഇതിന് പിന്നിലെ യഥാർത്ഥ വില്ലനിലേക്ക് വരാം. ക്ലൈമറ്റ് ചേഞ്ച്. ശാസ്ത്രജ്ഞർ വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്, മനുഷ്യർ വരുത്തിവെച്ച ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലായിരുന്നുവെങ്കിൽ യൂറോപ്പിൽ ഈ രീതിയിലുള്ള ഒരു ഹീറ്റ് വേവ് ഉണ്ടാകാൻ ഒട്ടും സാധ്യതയില്ലായിരുന്നു എന്നാണ്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഹീറ്റ് വേവുകളുടെ തീവ്രതയും ദൈർഘ്യവും മുൻപത്തേക്കാൾ പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ മാസം പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ജൂൺ മാസമായിരുന്നു. ആഗോളതലത്തിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ട രണ്ടാമത്തെ ഏറ്റവും ചൂടേറിയ ജൂൺ മാസവുമാണ്. സമുദ്രോപരിതലത്തിലെ ടെമ്പറേച്ചറും അതായത് ഓഷ്യന്റെ സർഫസിലെ ടെമ്പറേച്ചറും എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ്. സ്പെയിനിലും ഫ്രാൻസിലും കനത്ത ചൂടിനൊപ്പം കാട്ടുതീയും പടർന്നു പിടിച്ചത് പ്രതിസന്ധി ഇരട്ടിയാക്കി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകരാജ്യങ്ങൾക്ക് വളരെ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വരും ആഴ്ചകളിൽ ഇതിലും കടുത്ത ചൂടായിരിക്കും യൂറോപ്പിനെ കാത്തിരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്നത് വെറും ഒരു പ്രസംഗ വിഷയമല്ല, മറിച്ച് അത് നമ്മുടെ ജീവൻ എടുക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു എന്ന് യൂറോപ്പിലെ ഈ 10,000 മരണങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വികസിത രാജ്യങ്ങൾ പോലും പ്രകൃതിയുടെ ഈ മാറ്റത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഇനിയെങ്കിലും കാർബൺ എമിഷൻ കുറയ്ക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ആഗോള സമൂഹം തയ്യാറായില്ല എങ്കിൽ മനുഷ്യരാശിക്ക് കാത്തിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളായിരിക്കും. ഒരിക്കൽ മനുഷ്യൻ പ്രകൃതിയെ ഭയന്നിരുന്നു. ഇപ്പോൾ പ്രകൃതി മനുഷ്യന് മുന്നറിയിപ്പ് നൽകുകയാണ്.
10,000-ലധികം ജീവനുകൾ ഒരു യുദ്ധം കൊണ്ടല്ല, ഒരു വൈറസ് കൊണ്ടല്ല, വെറും ചൂട് കൊണ്ടാണ് നഷ്ടമായത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നത് ഭാവിയിലെ പ്രശ്നമല്ല, ഇന്നത്തെ യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശമാണ് യൂറോപ്പിൽ നിന്നുള്ള ഈ ദുരന്തം ലോകത്തോട് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.